പത്തനംതിട്ട തിരുവല്ലയിൽ കൈക്കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുറ്റൂർ മനക്കച്ചിറ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപത്തെ തട്ടുകടയിലായിരുന്നു ഇന്ന് പുലർച്ചെ ഈ കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുഞ്ഞിനെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുറ്റൂർ മനക്കച്ചിറ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപത്തുള്ള തട്ടുകടയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. ജനിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ആദ്യം കണ്ടത് തട്ടുകട തുറക്കാൻ വന്ന ജയരാജനാണ്. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ്. ഈ പേടി ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ച് അങ്ങോട്ടുമ്പോൾ അവളും കിടന്ന് അലക്കുക എന്നുള്ളത്. പിന്നെ അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ച് പറഞ്ഞ് കൊച്ചുമോന് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തെ പിന്നെ കൊച്ചുമോനെ പോലീസിനൊക്കെ വിളിച്ചു. തണുത്തു വിറച്ച കുഞ്ഞിനെ ജയരാജന്റെ ഭാര്യയെത്തി തുണി പുതപ്പിച്ചു. സമീപത്തെ വീട്ടുകാർ അർദ്ധരാത്രി മുതൽ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിരുന്നുവെന്നും പറയുന്നു. ചേട്ടനെ രാവിലെ ചായ ഇടാനായിട്ട് തട്ടുകടയിൽ ചായ ഇടാനായിട്ട് എഴുന്നേറ്റപ്പം തട്ടുകടയുടെ വാതുക്കലായിട്ട് ഒരു പൊടി കുഞ്ഞിനെ കണ്ടു, കരയുന്ന കുഞ്ഞിനെ കണ്ടു. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചു, ഞാനും വന്ന് കണ്ടു. അതിൻ്റെ വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്തെ കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞ് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല, അവരുടെ പശു പ്രസവിച്ച കാരണം. അപ്പം ഒരു 1:30 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. പിന്നീട് ഇവർ പോലീസിൽ വിവരം അറിയിച്ചു. തിരുവല്ല പോലീസ് എത്തി കുഞ്ഞിനെ ഉടൻ തന്നെ തിരുവല്ല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. ജനം, പത്തനംതിട്ട.